ജാസ്മിൻ ഉപ്പാന്റെ വോയിസ് മാത്രം, അതും ഗബ്രിയെ തെറിക്കുന്ന പോർഷൻ. സോ ആ വോയിസിന്റെ ഇന്റൻഷൻ എന്താ? സോ ഫൈനലി സായി റിയാക്ട് ചെയ്തിരിക്കുവാണ്. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ്റെ വാപ്പയും സായും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പം ആ ഒരു കോൺവെർസേഷനകത്ത് സായി എടുത്ത് ജാസ്മിൻ്റെ വാപ്പ പറയുന്നു ഇത് കണക്ക് ഗബ്രിയായിട്ടുള്ള കോംബോ പൊട്ടിക്കണം എന്നൊക്കെയുള്ളൊരു കാര്യം പറയുന്നു. പിന്നെ അതിനുശേഷം പിന്നെ സായിയുടേതായിട്ടുള്ള ഗെയിം പ്ലാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ പോകുന്നു. പിന്നെ ജാസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ സായിയുടെ ഇൻ്റർവ്യൂവിൽ സായി പറയുന്ന കുറച്ച് കാര്യമുണ്ട്. മെയിനായിട്ട് പറയണത് ഏകദേശം 8 മിനിറ്റ് അടുപ്പിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പാണത്. എന്തുകൊണ്ട് ഈ ഒരു പാട്ട് മാത്രം പുറത്തു വിട്ടു, എന്തുകൊണ്ട് ഫുൾ അവർ പുറത്ത് വിട്ടില്ല എന്ന് വ്യക്തമായിട്ട് സായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ സായിയുടെ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ പുറത്തു വരാൻ പ്രധാന കാരണം സ്നേഹയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹയ്ക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു അല്ലേ? അറിയാം. അറിഞ്ഞിട്ടാണോ സ്നേഹ തെളിവുണ്ടെങ്കിൽ ഇട എന്ന് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് തന്നെയാണ്. അത് പലർക്കും അറിയില്ല. കാരണം എന്നെ കുറേ പേര് വിളിച്ച് ചോദിച്ചു സ്നേഹ അവിടെ ഉണ്ടായിരുന്നോ, ഇത്തുബായി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രം ഞാൻ പറഞ്ഞു ഞാനത് സായി വരട്ടെ പറയാൻ പറഞ്ഞു. സായി വരട്ടെ പറയാമെന്ന് മാത്രം സ്നേഹ പറഞ്ഞു എന്ന് പറയുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നതിന് മുന്നേ തന്നെ എൻ്റെയും സായിയുടെ ആയിട്ടുള്ള ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നു, എടാ ഞാൻ ഈ ചെയ്യണത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ സായും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ അവനിത് എങ്ങനെ ഫീൽ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്കിത് ഇടാതിരിക്കാനും പറ്റത്തില്ല. പോരാത്തിന് സ്നേഹ വന്നൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു തെളിവുകളുണ്ടെങ്കിൽ ഇടണം, ഇങ്ങനെ വെച്ചുകൊണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ സ്നേഹ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണല്ലോ. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറയുന്ന സ്നേഹ എടുത്ത് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഇതുപോലെ സംസാരിക്കുന്ന വോയിസ് ഉണ്ട്, അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ സായിക്ക് ഉൾപ്പെടെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അന്നേരം സ്നേഹ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വോയിസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇടട്ടെ, ഇതിൽ കൂടുതൽ എന്താണ് നെഗറ്റീവ് വരാൻ, അങ്ങനെയുള്ള രീതിയാണ് സംസാരിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ സായിയുടെ ഗെയിം അതിനകത്തുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടായിരുന്നല്ലോ പുറത്ത് നടക്കുന്നത്. കാര്യം സായി ഫുള്ള് ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പം ഈ പറയുന്ന സ്നേഹ തന്നെ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ഇനി എന്താണ് നെഗറ്റീവ് വരാൻ, അങ്ങനെയുള്ള വോയിസ് ഉണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് ഇടാൻ പറ. അല്ലാതെ സ്നേഹയ്ക്ക് ഇത് അറിയാമെന്നുള്ള രീതിയിൽ സ്നേഹ സംസാരിച്ചിട്ടില്ല. പിന്നെ സ്നേഹയ്ക്ക് ഈ ഒരു വോയിസ് ഉണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിൽ എന്തിനങ്ങനെ ഒരു വീഡിയോ ചെയ്യണം? അതെൻ്റെ ഒരു ചോദ്യമാണ്. സ്നേഹ എന്തിനാണ് വന്നിരുന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത് എങ്കിൽ പിന്നെ തെളിവുകളുണ്ടെങ്കിൽ എടുത്ത് പുറത്തിടൂ എന്നൊക്കെ എന്ത് വന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തായാലും ബാക്കിയോടെ കേട്ട് നോക്കാം. അല്ലാതെ ഉള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഇത്തുബായി ഇല്ല, സായി ഒറ്റയ്ക്കാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. വിളിച്ച വ്യക്തിയും കോളിൽ ഉണ്ടായിരുന്ന വ്യക്തിയും ഇങ്ങേരും ജാസ്മിൻ്റെ ഉപ്പിയും സംസാരിക്കുന്നത് ഞാൻ 3 പേരുണ്ടായിരുന്നു. ഇതിന്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് വന്നിട്ടുള്ളത്. വൈ എന്നുള്ള ചോദ്യം ഈ അറിയാം. ഇടുന്ന ആളുകൾക്ക് 8 മിനിറ്റിന്റെ ഒരു റെക്കോർഡ് ഇടുന്ന ആളുകൾ അതിനുള്ള ഇടയിൽ ചെയ്ത സംഭവം അത് അതുമില്ല, എന്റെ വോയിസ് ഇല്ല, അതിലുണ്ടായിരുന്ന 2 വ്യക്തികളുടെ വോയിസ് ഇല്ല, ജാസ്മിൻ ഉപ്പാന്റെ വോയിസ് മാത്രം, അതും ഗബ്രിയെ തെറിക്കുന്ന പോർഷൻ. സോ ആ വോയിസിന്റെ ഇന്റൻഷൻ എന്താ? ആ വോയിസിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്ന്, ഏകദേശം 8 മിനിറ്റുള്ള വോയിസ് എന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത്. 8 മിനിറ്റുള്ള ഒരു വോയിസ് അല്ല. ഓക്കെ. പിന്നെ ഈ പറയുന്ന സായി അതിനകത്ത് സംസാരിക്കുന്ന ഒരു പകുതി പോർഷൻ, അതായത് സായി അതിനകത്ത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, സായിക്ക് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ സായി ഇതിനകത്ത് എടുത്ത് ചോദിക്കുന്നത് ഈ വോയിസിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഇത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ള രീതി ചോദിക്കുന്നത്. എനിക്കൊരിക്കലും സായി ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പയുടെ വോയിസ് ഞാൻ പുറത്ത് വിടാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഈ പറയുന്ന ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു ഷോ, ജാസ്മിനെ മാത്രം ഫേവറേറ്റിസം കാണിക്കുന്നത്, അത് ബേസിക്കലി നമുക്കൊരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. പോരാത്തതിന് ജാസ്മിൻ്റെ വാപ്പ തന്നെ ഈ ഒരു കേസ് ചെന്ന് സിബിൻ്റെ അടുത്തും ആര്യടുത്തും പറഞ്ഞിട്ടുണ്ട്. സായി അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവ അവിടെ പോയി കാണിച്ചത് എന്ന് ഈ പറയുന്ന സിബിൻ്റെ വീഡിയോയ്ക്കകത്ത് വരെ വന്നിരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഒരുമാതിരി വല്ലാത്തൊരു സംസാരിച്ചത് ഞാൻ ഓൾറെഡി അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനത് എൻ്റെ വീഡിയോയിൽ ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്,
നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. അത് ഐ മീൻ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തതെല്ലാം മറന്നുകൊണ്ട് നിങ്ങളിപ്പം ഇങ്ങനെയുള്ളൊരു സംസാരം എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പം എൻ്റെ ആ ഒരു സമയത്ത് ഒരു ഇൻറ്റൻഷൻ ഇതൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ സായി എന്ന് പറയുന്ന ഒരു മഹാ ഗെയിമറെ എനിക്ക് അവിടുന്ന് ഇതിട്ടിട്ട് പുറത്താക്കണം അല്ലെങ്കിൽ സായിക്ക് എഗെയിൻസ്റ്റ് വരണമെന്ന് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് നല്ല വിഷമം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അവരെ അറിയിപ്പിക്കാൻ വരെ ഞാൻ പറഞ്ഞത്. എന്നിട്ടും അവർക്ക് പോലും ഈ സാധനം പുറത്തിട് എന്നുള്ള ഇതായിരുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് ഞാനിത് പുറത്തിടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പുറത്തിടാം, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ സായിയുടെ കയ്യിലും ഈ പറയുന്ന വോയിസ് ഉണ്ടെന്നല്ലേ പറയുന്നത്, അത് പറയുന്നുണ്ട്. എന്തായാലും അതിലൊന്ന് കേൾക്കാം. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണോ ആ സാധനം, ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ, ഗബ്രിക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണോ? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. അത് ഇട്ട ആൾക്കാർക്ക് മാത്രമേ ക്ലിയർ ആയോന്നുള്ളൂ എന്ന്. അതെ, എനിക്ക് ക്ലിയർ ആണ്. കാരണം ഈ സാധനം ഇന്ത്യയിലുണ്ടല്ലോ, ഞാനും റെക്കോർഡ് ചെയ്യുന്നു. ഈ സുനാപ്പി നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ സുനാപ്പി നമ്മുടെ കയ്യിലും ഉണ്ട് എന്ന് സായി പറയുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു നീ കൂടെ നടന്നിട്ട് ഭയങ്കരമായിട്ട് ചതിച്ചതല്ലേ, നീ ട്രസ്റ്റ് അല്ലേ ബ്രേക്ക് ചെയ്തത്, കാര്യം വോയിസ് എടുത്ത് പുറത്തോട്ട് വന്നത് ശരിയാണോ എന്ന്. സായി വരെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സായി യൂസ് ചെയ്യണത് ഐഫോണാണ്. സായിയുടെ ഫോണിനകത്ത് റെക്കോർഡിങ് പറ്റില്ല. അപ്പം സായി അതെന്ത് ചെയ്യും, വേറൊരു ഫോണിനകത്ത് നിന്ന് സായിക്ക് അത് റെക്കോർഡ് ചെയ്തേ പറ്റൂ അല്ലേ. അപ്പോൾ സായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ല. അപ്പോൾ എന്തുകൊണ്ട് സായി അത് റെക്കോർഡ് ചെയ്തു? നാളെ ഒരു കാലത്ത് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സായിയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സായി അത് റെക്കോർഡ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മളും അതെടുത്ത് വെച്ചിരുന്നു നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പം ആ ഒരു കാര്യത്തിനകത്ത് സംശയം തീർന്നത്. അല്ലാതെ അത്രയ്ക്ക് ഭയങ്കര ജെനുവിനാണ്, നല്ലത് മാത്രമേ ചെയ്യുന്നുള്ള വ്യക്തിയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഈ ഒരു കാര്യത്തിനകത്ത് ക്ലിയർ ആയല്ലോ. സായിയുടെ കയ്യിലും ആ ഒരു സുനാപ്പി ഉണ്ടായിരുന്നു, സായിയുടെ കയ്യിലും ഏകദേശം ആ ഒരു വോയിസ് കയ്യിലുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് സായി ഒരു കാര്യം ചെയ്യണം, അത് ധൈര്യമായിട്ട് പുറത്തു വിടുക, അതാ ചെയ്യേണ്ടത്. അല്ല, ആ ഒരു കോൺവെർസേഷനകത്ത് പിന്നെ ഗബ്രിയുടെ ഈ ഒരു പോർഷൻ മാത്രം വിടൂ എന്ന് സായി പറഞ്ഞല്ലോ. ആ ഒരു വോയിസ് ക്ലിപ്പിൽ ത്രൂ ഔട്ട് സംസാരിച്ചിരിക്കുന്നത് ഈ ഒരു മാറ്ററാണ്. ഗബ്രിയുടെ വിഷയങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള ഒരു വിഷയങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. ബിക്കോസ് അതിനകത്തുള്ള ഗെയിമിനെ പറ്റിയിട്ട് അല്ല വേറെ എന്തോ സംസാരിക്കുന്നത്. അവസാനം അതിനകത്ത് വേറൊരു കാര്യം കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സായിയുടെ ബാക്കിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, ആ പുള്ളിയും തെറി വിളിക്കുന്നുണ്ട്. അതായത് ആ പുള്ളിക്കാരൻ ജാസ്മിനെ കളിയാക്കി എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ജാസ്മിൻ്റെ വാപ്പ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. എന്തിനാണ് ഞാൻ ഇടുന്നത്? ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ എന്തിനാണ് ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്? ഇവർ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് സായി ആയിട്ടൊന്നും യാതൊരു പ്രശ്നമില്ല. കാര്യം ആ വ്യക്തി നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു രീതിയും പിന്നെ രണ്ടാമത് ആ ഷോയിൽ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ പറയുന്ന കൺഫെഷൻ റൂമിൽ നടന്നേക്കുന്ന കാര്യം ഉൾപ്പെടെ സായി എടുത്ത് ഞാൻ അന്നേ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അന്ന് ഇവരുടെ ഈ ഷോ തുടങ്ങി 7ാമത്തെ ദിവസം കൺഫെഷൻ റൂമിൽ നടന്ന കാര്യങ്ങൾ അവിടെ വിളിച്ചിട്ട് എന്തൊക്കെ സംസാരിച്ചു എന്ന് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. അന്ന് നടന്ന സംഭവത്തിൽ ഞാൻ സായി ഉൾപ്പെടെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് കൺഫെഷൻ റൂമിൽ ഇത്രയും കാര്യങ്ങളാണ് നടന്നതെന്ന്. എങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യണമെങ്കിലോ എനിക്ക് അങ്ങനെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ എനിക്കിതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ബാക്കിയുടെ കേൾക്കാം. സംസാരം ഉണ്ടായി, പക്ഷെ ഈ സംസാരം സത്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് സായി അവിടെ പോയി പെരുമാറിയത്. പക്ഷെ പുറത്തുള്ള കാര്യം അകത്തേക്ക് പറയാൻ പാടില്ല എന്നുള്ളൊരു റൂളുണ്ട്. നമുക്ക് ഒരു വാണിങ്ങിനുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് പറയാം. പക്ഷെ ആ വാണിങ്ങിനുള്ളിൽ സായി ഏകദേശം എല്ലാ കാര്യവും പറഞ്ഞു. ബിഗ് ബോസിന് ഒരു വാണിംഗ് തരാം. അവർക്ക് അങ്ങനെ ആ വാണിംഗ് വെച്ചിട്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? ഡോണ്ട് എവർ ടെൽ എനിത്തിങ് ഹാപ്പൻ ഔട്ട്സൈഡ്. പറഞ്ഞ അപ്പം പുറത്താക്കും. ഇതാണ്. അല്ലെങ്കിൽ റെഡ് കാർഡ് എടുത്ത് കാണിക്കും. എനിക്കൊരു യെല്ലോ കാർഡ് കിട്ടിയിട്ടില്ല, അഭിഷേകിനൊരു യെല്ലോ കാർഡ് കിട്ടി. ഈ യെല്ലോ കാർഡും ഒക്കെ ഈ പ്രാവശ്യം കൊണ്ടുവന്നല്ല. ഇത്രയും സീസണുകളിലുള്ള സംഭവങ്ങളൊന്നും യെല്ലോ കാർഡൊന്നും ഇല്ല. പിന്നെ ആ ഒരു ഷോയിൽ പുറത്തെ കാര്യങ്ങൾ ചെന്ന് പറയരുതെന്ന് അതിൻ്റെ ഒരു റൂളാണ്, അത് അവർ കീപ്പ് ചെയ്യുന്നതാണ്. അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. സായി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ സായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? എനിക്ക് എൻ്റേതായിട്ടൊരു പ്ലാനുണ്ട്. എൻ്റെ പ്ലാനിൽ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലേ ശരിയാവത്തുള്ളൂ. അവരെ പിരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഗെയിമിനെയും കൂടെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. കാര്യം രണ്ടുപേരും ഇൻഡിവിജ്വലി അടിപൊളി പ്ലെയേഴ്സാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അവർ ഒന്നിച്ച് നിൽക്കാനേ ഞാൻ പറയത്തുള്ളൂ എന്നാണ് സായി പറഞ്ഞത്. പിന്നെ സായി അവിടെ ചെന്ന് നിന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സായിയുടെ ഒരു ഗെയിം പ്ലാൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും സായി പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞു. സായി അതേപോലെ ചെന്ന് പറഞ്ഞു. അത് ചിലപ്പം ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും പറയുന്നു, പുള്ളിയെടുത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏകദേശം കുറച്ചൊക്കെ ആൾക്കാർക്ക് ധാരണയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബാക്കിയൂടെ കേൾക്കാം. റസ്മിനൊരു യെല്ലോ കാർഡ് കിട്ടി. ഞാൻ ചെയ്തത് അത്ര വലിയ കുറ്റമാണെന്നുണ്ടെങ്കിൽ യെല്ലോ കാർഡ് കിട്ടും. എനിക്കൊരു വാണിംഗ് ആണ്. അല്ലെങ്കിൽ അത് പറയുന്ന സമയത്ത് തന്നെ പറയും,
പറയരുതെന്ന്, പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ആ പ്രേക്ഷകരുടെ ക്വസ്റ്റ്യൻ. അത് ഫുള്ള് പറഞ്ഞ് തീർത്തതിന് ശേഷം മാത്രമാണ് വാണിംഗ് കിട്ടിയത്. അപ്പം പറയുന്നത് ബിഗ് ബോസും ജാസ്മിന്റെ ഫാദറും സായിയും തമ്മിലുള്ള ഒരു എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ജാസ്മിന്റെ തറവാടാണ്. ഈ പറയുന്ന അഭിഷേകിന് എന്തുകൊണ്ടാണ് യെല്ലോ കാർഡ് കിട്ടിയത്? അഭിഷേക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര റോങ് ആയിരുന്നു. അത് പുറത്ത് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കിയെന്നും അതൊരു കേസിൻ്റെ വക്കിൽ വരെ പോകേണ്ട സീനൊക്കെയാണ്. അതുകൊണ്ടാണ് അതൊരു യെല്ലോ കാർഡായിട്ട് കൊടുത്തത്. രണ്ടാമത് റസ്മിൻ നടത്തിയത് അവിടെ ഫിസിക്കൽ അസോൾട്ടാണ് നടത്തിയത്. ആ ഒരു വിഷയത്തിലാണ് ഈ പറയുന്ന യെല്ലോ കാർഡ് കൊടുത്തത്. അല്ലാതെ പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറഞ്ഞുള്ള രീതിയിലല്ല. അവരൊക്കെ അത്രയ്ക്ക് വലിയ സംഭവങ്ങളാണ് ചെയ്തത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് ചെന്ന് പറയണത് എല്ലാ സീസണുകളിലും നടക്കുന്നതാണ്. അപ്പോഴൊന്നും ആർക്കും യെല്ലോ കാർഡൊന്നും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല. പുറത്തെ കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അവിടെ ചെന്നിട്ട് കുറേ പേര് നോർമലി സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത് പറയും. സായി അവിടെ ചെന്ന് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു. എന്തിന് വോയിസ് പുറത്ത് വന്നെന്ന് ഉൾപ്പെടെ എടുത്ത് വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വന്നിട്ട് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്തോട്ട് എനിക്കറിയത്തില്ല സായി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന്. അപ്പം ആ ഒരു വോയിസ് വിടണമെങ്കിൽ ഞാൻ വിടാം, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം സായി തന്നെ പറയുന്നു ഏകദേശം 8 മിനിറ്റ് അങ്ങാണ്ട് അടുപ്പിച്ചുണ്ടായിരുന്നു എന്ന്. പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെ വോയിസ് ഒന്നും അതിനകത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ അതിനകത്തൊരു വോയിസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാര്യം വെറുതെ ആവശ്യമില്ലാതെ ആ ആളെയും കൂടെ വലിച്ചിടണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. ഈ പറയുന്ന പോലെ തന്നെ സംഭവങ്ങൾ പറയുന്നു, അല്ലാതെ വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നും അതിനകത്തൊന്നും ഇല്ലടേ. ആ വോയിസിലുള്ള മെയിൻ പോർഷൻസ് ആണ് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അല്ലാതെ വലിയതായിട്ടുള്ള മാരകമായിട്ടുള്ള സംഭവങ്ങളൊന്നും വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ ഒരു വോയിസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ വോയിസ് ഞാൻ അതിനകത്തൊന്നും വലുതായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഓക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര കഥകളൊന്നും വർണ്ണിച്ചു കൊടുക്കുകയോ അങ്ങനെ സംസാരിക്കുകയോ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. എൻ്റെ അറിവിൽ ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുള്ള വോയിസിനകത്തും അങ്ങനെ ഒരു സാധനമില്ല. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.